കല്യാണമാണ് നവംബറിൽ, അതിൻ്റെ തിരക്കിലായിട്ട് ആശാൻ പോയേക്കുവാ. ഞാൻ മിനിഞ്ഞാന്നൊക്കെ കുറച്ച് വയലൻ്റായി എന്ന് പറഞ്ഞിട്ട്, എനിക്കറിയാം, ഞാൻ കണ്ടായിരുന്നല്ലോ, അതീ കഥയൊന്നും ഇല്ലെന്നേ. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു നമ്മൾ അപ്പോഴെങ്കിലും ലൈവ് നിർത്തിയാൽ മതി, എന്നിട്ടൊന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് പിന്നെ കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഒന്ന് കിട്ടാൻ മതിയെന്നേ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളോടായിരിക്കും നമ്മൾ ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചോ, അങ്ങനെ വരുന്ന കണ്ടീഷനിലുള്ള മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ ലൈവ് വന്നേക്കുന്നത്, അവർക്കൂടെ അതൊരു ഒരു എന്താ പറയുക ബാഡി ഇമ്പ്രഷൻ പോലെ ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ പറയാം, നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മൾ ഓരോ ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ ആൾക്കാരും ഓരോരോ പ്രശ്നത്തിലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മറ്റാൾക്കാർ സംസാരിച്ച് ഇന്ന് കമ്പനി കൂടാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമായിട്ടല്ല നമ്മൾ എന്താ പറയുക യൂട്യൂബ് ലൈവ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ സമയത്ത് നമ്മുടെ ആണെങ്കിലും ടെൻഷൻസ് കുറേ മറക്കും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ആ ഒരു എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർക്ക് നമ്മളിങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കമൻ്റ് താരയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ഉണ്ടാക്കുന്നത് കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു ഒരു ഒരു താല്പര്യം കുറയും. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്താ പറയുക അതങ്ങ് ഒഴിവാക്കി വിടുവാന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ലൈവ് നിർത്തുക നൈസായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരെ മാത്രം ഒന്ന് ടൈം ഔട്ട് അടിച്ച് വിടുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടുക.